ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വിശുദ്ധ മറിയം ത്രേസ്യമ്മയുടെയും ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിലച്ചൻ്റെയും കബറുടെ ദേവാലയത്തിന് മുമ്പിലാണ്. കുഴിക്കാട്ടുശ്ശേരിയിലെ ഇരിഞ്ഞാലക്കുട അതിരൂപതയിലെ കുഴിക്കാട്ടുശ്ശേരിയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കുഴിക്കാട്ടുശ്ശേരി. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഈ ദേവാലയത്തിൽ വരാറുണ്ട്. ആ കാരണം കൊണ്ടാണ് ഈ ദേവാലയത്തിന് വീഡിയോ എടുക്കുമെന്ന് ചിന്തിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോ വിശേഷമാണെങ്കിൽ പോവാം. വിശുദ്ധ മറിയം ത്രേസ്യമ്മ. വിശുദ്ധ മറിയം ത്രേസ്യമ്മ ജനിച്ചത് 1876 ഏപ്രിൽ 26 ഇരിഞ്ഞാലക്കുട അതിരൂപതയിലെ പുത്തൻചിറ എന്ന ഗ്രാമത്തിലെ മങ്കിരിയാൻ കുടുംബത്തിൽ തോമയുടെയും താണ്ടുവിൻ്റെയും മകളായിട്ടാണ് ജനിച്ചത്. 37 വർഷം മറിയം ത്രേസ്യമ്മ ആ കുടുംബത്തിൽ ജീവിച്ചതിന് ശേഷം പിന്നീടാണ് കർത്താവിൻ്റെ മണവാട്ടിയായി മാറിയത്. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ സ്ഥാപകയായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യമ്മ. ഈ കാണുന്നതാണ് മറിയം ത്രേസ്യമ്മയുടെ മ്യൂസിയം. തൊട്ടടുത്ത് ഫാദർ ജോസഫ് വിധേയത്തിലിൻ്റെ രൂപവും കാണിക്കുന്നുണ്ട്. വിധേയത്തിൽ പിതാവിൻ്റെ രൂപമാണ് കാണിക്കുന്നത്. വിശുദ്ധ മറിയം ത്രേസ്യമ്മ കുടുംബങ്ങളുടെ മധ്യസ്ഥയും കൂടിയാണ്. ഫാദർ ജോസഫ് വിധേയത്തിലച്ചൻ, വിശുദ്ധ മറിയം ത്രേസ്യമ്മ ഇവരുടെ ഖബറിടങ്ങളാണ് ഈ ദേവാലയത്തിലുള്ളത്. ജോസഫ് വിധേയത്തിൽ പിതാവ് ദിവ്യകാരുണ്യത്തിൻ്റെ ഉപാസകനായിരുന്നു. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം ആശ്രയിച്ചിരുന്നത് ദിവ്യകാരുണ്യത്തെയായിരുന്നു. തൻ്റെ തീരുമാനങ്ങൾ തെറ്റുകൂടാതെടുക്കുന്നതിനും ആ തീരുമാനങ്ങൾ തന്നെ നിലനിൽക്കുന്നതിനും അദ്ദേഹം ആശ്രയിച്ചിരുന്നത് ദിവ്യകാരുണ്യനാഥനെയായിരുന്നു. 1865 ജൂലൈ 23 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് ധന്യനാക്കിയത് 2015 ഡിസംബർ 14 മറിയം ത്രേസ്യമ്മയെ വാഴ്ത്തപ്പെടുത്തിയത് 2000 ഏപ്രിൽ 9 വിശുദ്ധയാക്കിയത് 2019 ഒക്ടോബർ 13 ഇവിടെ ഒരു ധ്യാന കേന്ദ്രവുമുണ്ട്.